എനിക്ക് നേരെ എൻ്റെ ഓർമ്മ ഒരു 4-5 പ്രാവശ്യം ബോംബെറിഞ്ഞിട്ടുണ്ട്. അത് ബോംബെറിഞ്ഞിട്ടാൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന കാറിൻ്റെ ഡോറൊക്കെ തെറിച്ചു പോയി. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ചണ്ഡീഗറിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് വാടക കൊലയാളികൾ വെടിവെച്ചത്. ആ വെടിവെച്ചപ്പോഴും അവർ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരവരുടെ യജമാനന്മാർക്ക് കൊടുത്ത സന്ദേശം ഞാൻ മരിച്ചു എന്നാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ മരിച്ചിട്ടില്ലെന്ന് വാർത്ത വരുന്നത്. അതായത് വന്ന് ഡൽഹിയിൽ അന്ന് ചെന്നൈയിലെത്തി ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സയൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ലണ്ടനിലൊക്കെ പോയി ചികിത്സയൊക്കെ വന്നു. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതിൽ നിന്നാണ് എന്നെ പാർട്ടി ഓരോ ചുമതലയും ഏൽപ്പിച്ചത്. ആ ചുമതല അനുസരിച്ച് ഒരു ഘട്ടത്തിൽ എന്നെ കേരളത്തിൻ്റെ നിയമസാമാജികനാക്കി. പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽപ്പിച്ചു. ഈ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ കായിക രംഗത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക്, ഒരു 10-25 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താ കേരളം? ഓലമേഞ്ഞ വീടുകൾ, കുടിലുകൾ, റോഡുകളില്ല. അങ്ങനെയുള്ളൊരു കേരളമായിരുന്നു. ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. അതിലെ ഇടതുപക്ഷത്തിന്റെ സംഭാവന ഈ കാലത്ത് എന്ത് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്നവർ പറയുന്നത് സ്വാഭാവികമായി വരുന്ന കേരളത്തിന്റെ ഒരു വളർച്ച മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നാണ്. ഇന്നത്തെ കേരളമായി രൂപപ്പെടുന്നതിന്റെ തുടക്കം 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതാണ് ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം മാറ്റം. മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനയാണ് സഹകരണം, ആരോഗ്യം. ഈ രംഗങ്ങളിലെല്ലാം ഒരു ജനകീയ താൽപര്യ സംരക്ഷണത്തിനുള്ള നയങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിച്ചു വന്നു. അങ്ങനെ ഒരു വികസനത്തിന്റെ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേരളത്തിൽ ഞാൻ വ്യവസായ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിന്റെ വ്യവസായ രംഗത്ത് പുരോഗതിയില്ല, കാർഷിക രംഗത്ത് പുരോഗതിയില്ല. ആ രംഗത്തെ മാറ്റി തീർക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിരീക്ഷണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക രംഗത്ത് സമഗ്രമായൊരു മാറ്റം വരുത്തണം. എന്താണ് വ്യവസായത്തിന്റെ സംരംഭകർക്ക് കേരളത്തിലെ തടസ്സം എന്ന് നോക്കി സംരംഭകർക്ക് വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടപ്പിലാക്കുക. ഇവിടെ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് നിക്ഷേപകർ വന്ന് അപേക്ഷ കൊടുത്ത് 2-3 വർഷം കാത്തിരുന്ന് നിരാശരായി തിരിച്ചു പോകേണ്ട ഘട്ടം വന്നു. അതുണ്ടാകാതിരിക്കാനാണ് ഇവിടെ നിയമമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അപേക്ഷ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ അനുവാദം കിട്ടുന്നില്ലെങ്കിൽ ഡീംഡ് പെർമിഷനായി കണക്കാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, അപേക്ഷ കൊടുത്ത ഡേറ്റും അതിന്റെ കാര്യങ്ങളും. എന്ന് വെച്ചാൽ ഇ.പി. പറയുന്നത് ഈ ഭരണ തുടർച്ച കൊണ്ട് മലയാളി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മാറ്റം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരിക്കെ ഇത്തരം അടിത്തറ പാകുന്നു. അവിടെ നിന്ന് 21 വന്ന 2ാം പിണറായി സർക്കാർ അതിന്റെ തുടർച്ചയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു മാറി എന്നാണ്. അതെ, ഒരു തുടർച്ചയാണത്. ആദ്യത്തെ ഗവൺമെന്റ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ഥിതി വെച്ചുകൊണ്ട് സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഠിനമായ പരിശ്രമം നടത്തി. പിന്നീട് വന്ന ഗവൺമെന്റ് അതിൽ നിന്ന് കുറെ കൂടി അതിവേഗത്തിൽ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ അതിവേഗത്തിൽ ഒരു കുതിപ്പിലാണ്. നമ്മുടെ കേരളത്തിന്റെ തൊഴിലില്ലായ്മയുടെ മേഖലയിൽ പരിഹാരം കണ്ടെത്താൻ വ്യവസായങ്ങൾ ഉണ്ടായേ പറ്റൂ. വ്യവസായ നിക്ഷേപകർ വരണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, കേരളം നിക്ഷേപത്തിന് പറ്റിയ അന്തരീക്ഷമല്ല, ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല. ഇവിടെ നിക്ഷേപിക്കരുത്, ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന ആളുകൾ തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലം വരെ ഉണ്ടായില്ല.